പ്രിയപ്പെട്ട രണ്ടാം വർഷ തുല്യതാ വിദ്യാർത്ഥികളെ നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ 2024 മെയ്യിൽ ചോദിച്ചിട്ടുള്ള ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ അതൊരു 1-2 പാർട്ടിൽ ചെയ്യാമെന്ന് വിചാരിക്കണം. അപ്പോൾ സമയം കളയണില്ല, ആദ്യത്തെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻസ് 1 മുതൽ 8 വരെ എല്ലാ ചോദ്യങ്ങളും ഉത്തരെഴുതാനാണ്. അപ്പോൾ പതിവ് പോലെ തന്നെ ഇവിടെയും ഒരു പാരഗ്രാഫ് വന്നിട്ട് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ താഴെ ചോദിച്ചിരിക്കുന്നത് കാണാം. റീഡ് ദ ഫോളോയിങ് പാസേജ് കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ബിലോ. At that time, Triveni was a very popular writer in Kannada language. അപ്പോൾ ത്രിവേണി കന്നഡ ലാംഗ്വേജ് റൈറ്റർ ഇതൊക്കെ കാണുന്ന സമയത്ത് ത്രിവേണി എന്ന് പറയുമ്പം നമുക്ക് സുധാമൂർത്തിയൊക്കെ ഓർമ്മ വരേണ്ടതാണ് അല്ലേ. സുധാമൂർത്തി ഗ്രാൻഡ് മദറിൻ്റെ ഇഷ്ടപ്പെട്ട എഴുത്തുകാരിയായിട്ടുള്ള ത്രിവേണി, ഇവരെയൊക്കെ നമ്മൾ മനസ്സിലേക്ക് വരുത്തണം. അപ്പോൾ കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ, ആ ഒരു പാസേജ് ഏത് പാഠത്തു നിന്നാണെന്ന് കിട്ടിയെന്ന് തോന്നുന്നു. അത് തന്നെയാണ് ഒന്നാമത്തെ ചോദ്യം. ദ പാസേജ് ഈസ് ടേക്കൺ ഫ്രം എന്ന് കാണാം. 3 ചോയ്സ് കൊടുത്തിട്ടുണ്ട്. സാധാരണ എക്സാമിന് ചോയ്സ് കൊടുത്ത് കാണാത്തതാണ്. 2024 എക്സാമിന് എന്തായാലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉത്തരം ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ്. വിച്ച് വേർഡ് ഇൻ ദ പാസേജ് ദാറ്റ് മീൻസ് ഹോൾഡ് ഇൻ ഹൈ റിഗാർഡ്. ഹോൾഡ് ഇൻ ഹൈ റിഗാർഡ് എന്നർത്ഥം വരുന്ന വാക്ക് ഈ പാസേജിൽ നിന്ന് എടുത്തെഴുതാനാണ്. ഇപ്പോൾ ഏതാണ് ആ വാക്ക്? ശരിക്ക് റെസ്പെക്റ്റ്, എസ്റ്റീം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ റെസ്പെക്റ്റ് കൊടുക്കുക എന്നുള്ളൊരു മീനിങ്ങിന് ഈ തന്നിട്ടുള്ള വേർഡ്സിൽ ഏറ്റവും യോജിക്കുന്നത് അപ്രീഷിയേറ്റ് ആണ്. ഓക്കെ. വാട്ട് വാസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ത്രിവേണീസ് റൈറ്റിംഗ്? എന്താണ് ത്രിവേണിയുടെ എഴുത്തിൻ്റെ പ്രത്യേകത? നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. അവിടെ നേരിട്ട് ഉത്തരം കൊടുത്തിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഹെർ സ്റ്റൈൽ വാസ് ഈസി ടു റീഡ് ആൻഡ് വെരി കൺവിൻസിങ്. Her stories usually dealt with complex psychological problems in lives of ordinary people and were always very interesting. ഇനി 4-മത്തെ, വിച്ച് ഈസ് ദ ലാംഗ്വേജ് റെഫേർഡ് ഹിയർ? തുടക്കത്തിൽ തന്നെ ഉണ്ടല്ലോ, കന്നഡ ലാംഗ്വേജ്. അടുത്തതും ഇതുപോലെ തന്നെ. റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഓഫ് ദ പോയം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ കുറച്ച് വരികൾ തന്നിട്ടുണ്ട്, എന്നുള്ള ഉത്തരം. അപ്പോൾ ഈ സാൻസ് ടീത്ത്, സാൻസ് സൈസ് ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏതാണ് പോയെന്നല്ലേ, എളുപ്പം. 5-മത്തെ, ദ ലൈൻസ് ആർ ടേക്കൺ ഫ്രം ദ പോം. ഈ ലൈൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഏതാണ് സംഭവം? സെക്കൻഡ് ചൈൽഡിഷ്നെസ്, പിന്നെ ലൈഫ്, ഇവൻഫുൾ ഹിസ്റ്ററി. സാൻസ് എന്നൊക്കെ പറയുന്ന ആകെ ഒരേ ഒരു പോയുള്ളൂ. ഏതാണത്? പഴയ ഇംഗ്ലീഷാണ്, ഷേക്സ്പിയറിൻ്റെ. അതന്നെ. സക്സസ് കൗണ്ട് സ്വീറ്റസ്റ്റ് ആണോ, റിമെമ്പർ മീ ആണോ, 7 ഏജസ് ഓഫ് മാൻ ആണോ? അറിയാലോ, 7 ഏജസ് ഓഫ് മാൻ. നെക്സ്റ്റ്, ദ പോയം ഈസ് ആൻ എക്സെപ്റ്റ് ഫ്രം വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലേസ്. ഈ പോയം എടുത്തിട്ടുള്ളത് ഒരു നാടകത്തിൽ നിന്നാണ് അല്ലേ, ഷേക്സ്പിയറിൻ്റെ നാടകത്തിൽ നിന്നാണ്. ഏതാണ് ആ നാടകം? ടെമ്പസ്റ്റ് ആണോ, ആസ് യു ലൈക്ക് ഇറ്റ് ആണോ, വിൻഡിയോ സ്റ്റൈലാണോ? പാഠത്തിൻ്റെ തുടക്കത്തിലുണ്ട് ആസ് യു ലൈക്ക് ഇറ്റ് എന്നുള്ള കോമഡിയിൽ നിന്നാണ്. നെക്സ്റ്റ്, ഹൗ ഡസ് ദ പോയറ്റ് പ്രസൻറ്റ് ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ലൈഫ്? വൈ? അപ്പം അത് നമ്മൾ ഉത്തരം തരാം. അതിന് മുമ്പായിട്ട് 8-മത്തെ ചോദ്യം നോക്കാം. വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ദ ഫ്രേസ് സെക്കൻഡ് ചൈൽഡിഷ്നെസ്? ഇപ്പോൾ ചൈൽഡിഷ്നെസ്, രണ്ടാം ശൈശവം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പോൾ ഇതിൻ്റെയും 7-ൻ്റെയും 8-ൻ്റെയും ഉത്തരങ്ങൾ നോക്കൂ. 7-മത്തത്, ഹൗ ഡസ് ദ പോയറ്റ് പ്രസൻറ്റ് ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ലൈഫ്? 2 മാർക്കിനാണ്, 2 സെൻറ്റൻസോ അല്ലെങ്കിൽ 3 സെൻറ്റൻസോ മതി. ദ ലാസ്റ്റ് സ്റ്റേജ്, ദ 7th ഫേസ് ഈസ് ദാറ്റ് ഓഫ് സെനിലിറ്റി, അതായത് ഓൾഡ് ഏജിൻ്റെ അപ്പുറം അല്ലേ, വെരി ഓൾഡ് ഏജ്. when man becomes a child again. അവിടെ ഒരു മനുഷ്യൻ വീണ്ടും കുട്ടിത്വത്തിലേക്ക് തിരിച്ചു വരികയാണ്. he as a child is become totally dependent. അപ്പോൾ വീണ്ടും ഒരു സെക്കൻഡ് ചൈൽഡ് എന്നുള്ള നിലയ്ക്ക് എന്തായിരിക്കും? പുള്ളിക്കാരൻ ടോട്ടലായിട്ട് ഡിപ്പെൻഡൻ്റ് ആവും, മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ടിരിക്കും. he turns to a state of oblivion and he loses his teeth, eyes, senses and everything. അയാളൊരു മറവിലേക്ക് തള്ളപ്പെടുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആൾക്ക് എന്തൊക്കെ ഇല്ലാതാവുന്നു? ടീത്ത്, ഐസ്, സെൻസസ് അല്ലേ, എല്ലാ സംവേദനക്ഷമതയെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. 8-മത്തത്, വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ദ ഫ്രേസ് സെക്കൻഡ് ചൈൽഡിഷ്നെസ്? രണ്ടാം ശൈശവം എന്നുള്ളതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഡ്യൂറിങ് സെനിലിറ്റി എ മാൻ ബിക്കംസ് എ ചൈൽഡ് അഗെയിൻ. ഒരു മനുഷ്യൻ വീണ്ടും ചൈൽഡ് ആകുന്നു. എങ്ങനെ? മെൻ്റലി ആൻഡ് ഓൾമോസ്റ്റ് ഫിസിക്കലി, മാനസികമായിട്ടും അതുപോലെ തന്നെ മിക്കവാറും ശാരീരികമായിട്ടും. ഹി ബിക്കംസ് ടോട്ടലി ഡിപ്പെൻഡൻ്റ് ഓൺ അതേഴ്സ്, കംപ്ലീറ്റ് ആയിട്ട് മറ്റുള്ളവരെ ആശ്രയിക്കുന്നു. ഏതുപോലെ? ജസ്റ്റ് ലൈക്ക് എ ചൈൽഡ്. ക്വസ്റ്റ്യൻസ് 9 മുതൽ 15 വരെ. ആൻസർ എനി 5. അപ്പോൾ ഏതെങ്കിലും 5 എഴുതിയാൽ മതി. 2 മാർക്ക് വീതമാണുള്ളത്.
9ാമത്തെ ചോദ്യം, റൈറ്റ് 2 സ്ലോഗൻസ് ഇൻ ഫേവർ ഓഫ് സച്ചിൻ ടു എക്സ്പ്രസ് യുവർ അഡ്മിറേഷൻ ഓഫ് ഹിസ് എക്സലൻസ്. ഇപ്പോൾ സച്ചിനെ പൊക്കിക്കൊണ്ട് രണ്ട് എന്താ പറയുക അഡ്മിറേഷൻ കാണിക്കുന്ന സ്ലോഗൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിനോട് ആദരവ് കാണിക്കുന്ന 2 സ്ലോഗൻസ്. ഒരെണ്ണം എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്, വെൻ സച്ചിൻ ഈസ് ബാറ്റിംഗ് ഈവൻ ഗോഡ് ഈസ് വാച്ചിങ്. ഇനി അടുത്ത് 2 കൂടെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കി നോക്കുക. സച്ചിൻസ് ബാറ്റ് ഡസൻ നോ ഹൗ ടു മിസ് എ ബോൾ. സച്ചിൻ്റെ ബാറ്റിന് അറിയില്ല എങ്ങനെ ഒരു ബോളിനെ മിസ്സാക്കണം. അടുത്തത് ലിറ്റിൽ മാസ്റ്റർ യു ആർ എ മാസ്റ്റർ ബ്ലാസ്റ്റർ. ഓക്കെ, മതിയല്ലോ അല്ലേ. അടുത്തത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് ആസ് സൂൺ ആസ് ഓർ സോ ദാറ്റ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പം ഫില്ല് ചെയ്യാൻ പറ്റും. ആസ് സൂൺ ആസ് എന്ന് പറഞ്ഞാൽ ഉടൻ എന്നാണ്, ഉടനെ തന്നെ. സോ ദാറ്റ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട്. ഇപ്പോൾ എന്താണ്, ഐ വിൽ ഗോ ബൈ കാർ ഡാഷ് ഐ ക്യാൻ ടേക്ക് മോർ ലഗേജ്. ഞാൻ കാറിൽ പോകാം, പെട്ടെന്ന് പറയാൻ പറ്റുമോ? ഐ ക്യാൻ ടേക്ക് മോർ ലഗേജ്, പെട്ടെന്ന് തന്നെ എനിക്ക് ലഗേജ് എടുക്കാൻ പറ്റുന്നതാണോ? അതുകൊണ്ട് എനിക്ക് കൂടുതൽ ലഗേജ് എടുക്കാൻ പറ്റുന്നതാണോ? അതുകൊണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഞാൻ കാർ പോവാം, കാരണം എന്താ, എനിക്ക് കൂടുതൽ ലഗേജ് എടുക്കാൻ പറ്റും. നെക്സ്റ്റ്, ഐ വിൽ കോൾ യു ഡാഷ് ഐ അറൈവ്. പെട്ടെന്ന് തന്നെ, ഞാൻ എത്തിയ ഉടനെ തന്നെ എന്നാണ് അർത്ഥം. അപ്പോൾ ആസ് സൂൺ ആസ്. 11ാമത്തെ, വാട്ട് ഡസ് ദ പ്ലേ മദേഴ്സ് ഡേ ടോക്ക് അബൌട്ട്. മദേഴ്സ് ഡേ എന്നുള്ള നാടകത്തിൻ്റെ തീം എന്താണെന്നാണ് ചോദ്യം. നോക്കാം. ദ പ്ലേ മദേഴ്സ് ഡേ ടോക്സ് അബൌട്ട് ദ സ്റ്റാറ്റസ് ഓഫ് എ മദർ ഓർ എ ഹൗസ് വൈഫ് ഓർ എ ഹോം മേക്കർ ഇൻ ഹെർ ഫാമിലി. ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് എൻ്റെ വീട്ടിലുള്ള പ്രാധാന്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ദ വുമൺ സെർവ്സ് ദ മെമ്പേഴ്സ് ഓഫ് എ ഫാമിലി വിത്ത് കംപ്ലീറ്റ് ഡിവോഷൻ, സിൻസിയറിറ്റി ആൻഡ് ലവ്. അവിടെ കാണാം ആ സ്ത്രീ തൻ്റെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ കംപ്ലീറ്റ് ഡിവോഷനോടുകൂടി, അർപ്പണബോധത്തോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി, സ്നേഹത്തോടുകൂടിയൊക്കെയാണ് ട്രീറ്റ് ചെയ്യുക. ബട്ട് ഷീ നെവർ ഗെറ്റ്സ് അറ്റൻഷൻ ഓർ വേർഡ്സ് ഓഫ് താങ്ക്ഫുൾനെസ്. പക്ഷേ അവൾക്ക് എന്ത് കിട്ടുന്നില്ല? ശ്രദ്ധ കിട്ടുന്നില്ല, അല്ലെങ്കിൽ നന്ദിയുള്ള വാക്കുകൾ പോലും അവൾക്ക് അന്യമാണ്. 12ാമത്തെ ചോദ്യം, ഹൗ ഡസ് ആലിസ് വാക്കർ ഡിസ്ക്രൈബ് ഹെർ പേഴ്സണ ഇൻ ദ സെക്കൻഡ് സ്റ്റാൻസ ഓഫ് ദ പോയം റിമെമ്പർ മീ. റിമെമ്പർ മീയിൽ സെക്കൻഡ് സ്റ്റാൻസയിൽ എങ്ങനെയാണ് ആലിസ് വാക്കർ തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞിട്ടുള്ളത്? എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? ഹിയർ ദ റൈറ്റർ ഐഡൻറ്റിഫൈസ് ഹേഴ്സെൽഫ് വിത്ത് അതർ ഡാർക്ക് ഗേൾസ്. പുള്ളിക്കാരിയെ മറ്റുള്ള ഡാർക്ക് ഗേൾസിനോട്, എങ്ങനത്തെ ഡാർക്ക് ഗേൾസാണ്? ഡാർക്ക് ഗേൾസ് ഓഫ് ഹെർ ഏജ് ഹു ആർ ട്രീറ്റഡ് ആസ് സ്ലേവ്സ്. അന്ന് കറുത്തവർഗക്കാരായ സ്ത്രീകൾ ഒരുപാട് അടിമകളെ പോലെയാണ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അവളെ തന്നെ ഡാർക്ക് ഗേൾസിൽ കാണുകയാണ്. ദേ ആർ ലിവിങ് എ പത്തറ്റിക് ലൈഫ്. വളരെ ശോചനീയമായിട്ടുള്ളൊരു ജീവിതം നയിക്കുന്നു. ഒബേയിങ് വൈറ്റ്സ് ആൻഡ് ആക്സെപ്റ്റിംഗ് ദ ഡൊമിനൻസ് ഓഫ് മെൻ. ആണുങ്ങളുടെ മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ട്, അതുപോലെ വെള്ളക്കാരെ അനുസരിച്ചുകൊണ്ട് അവർ വളരെ മോശപ്പെട്ട ഒരു ജീവിതമാണ് നയിച്ചത്. ദീസ് ലൈൻസ് ത്രോ ലൈറ്റ് ടു ജെൻഡർ ആൻഡ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ. ഇവിടെ എന്തൊക്കെയാണോ? ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ലിംഗ അസമത്വം കാണുന്നുണ്ട്. അതുപോലെ തന്നെ വർണ്ണവിവേചനവും നമുക്കിവിടെ കാണാൻ സാധിക്കും. 13ാമത്തെ, വാട്ട് ഈസ് ആൻ എപ്പിറ്റാഫ് എന്നുള്ളതാണ്. എപ്പിറ്റാഫ് നമ്മൾ ഗിഫ്റ്റ് എന്നുള്ള പാഠവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. നോക്കാം. എപ്പിറ്റാഫ് എന്താ? ഗ്രേവ് സ്റ്റോണിൻ്റെ മുകളിൽ എഴുതുന്ന കുറച്ച് എഴുത്തുകൾ അല്ലേ. ആൻ എപ്പിറ്റാഫ് ഈസ് ആൻ ഇൻസ്ക്രിപ്ഷൻ ഓൺ ഓർ അറ്റ് എ ടൂം ഓർ ഗ്രേവ് ഇൻ മെമ്മറി ഓഫ് ദ വൺ ബറീഡ് ദർ. അവിടെ മറവ് ചെയ്യപ്പെട്ട, കുഴിച്ചിടപ്പെട്ട ആളെ ഓർത്തുകൊണ്ട് എഴുതുന്ന ലിഖിതത്തിനെയാണ് എപ്പിറ്റാഫ് എന്ന് പറയുന്നത്. ദീസ് ഷോർട്ട് ടെക്സ്റ്റ് ഇൻക്ലൂഡ്സ്, എന്തൊക്കെയാണ് അതിലുണ്ടാവുക? ദ പേഴ്സൺസ് നെയിം, ഹിസ് ഡേറ്റ്സ് ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്, ആൻഡ് മേ ഓൾസോ ഇൻക്ലൂഡ് എ മെസ്സേജ്, കോട്ട് ഓർ പോയം ദാറ്റ് റിഫ്ലെക്ട്സ് ഹിസ് പേഴ്സണാലിറ്റി ഓർ അച്ചീവ്മെൻറ്റ്സ്. അയാളുടെ ബർത്ത് ഡേറ്റും ഡെത്ത് ഡേറ്റും ഉണ്ടാകും. അതുപോലെ തന്നെ അയാളെക്കുറിച്ചൊരു മെസ്സേജ് അല്ലേ. ആൾസോ ഇൻക്ലൂഡ് എ മെസ്സേജ്, കോട്ട് ഓർ എ പോയം. അതെങ്ങനെയായിരിക്കും? ഈ മൂന്നും ഉണ്ടാവില്ല, ഇതിലത്തെ ഏതെങ്കിലും ഒന്ന്. അയാളുടെ പേഴ്സണാലിറ്റിയോ അല്ലെങ്കിൽ അയാളുടെ നേട്ടങ്ങളെയോ ഒക്കെ കുറിക്കുന്ന എന്തെങ്കിലും വരികൾ അവിടെ കാണാൻ പറ്റും. നെക്സ്റ്റ്, വൈ ഡിഡ് ദ ഓൾഡ് കപ്പിൾസ് ഷെഡ് നോട്ട് ടിയേഴ്സ് ഇൻ ദ ഗിഫ്റ്റ്. ഗിഫ്റ്റിൽ ഓൾഡ് കപ്പിൾസ് കണ്ണീരൊന്നും പൊഴിച്ചില്ല. മകൻ്റെ ശവകുടീരത്തിൽ വന്ന് നിൽക്കുന്ന സമയത്ത് അവർ ഇമോഷണലായില്ല. എന്താണ് കാര്യം? ഉത്തരം, ടൈം വിൽ ലെസൻ ദ ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രീഫ്. എന്ത് സംഭവിക്കും? സമയം പോകുന്തോറും ദുഃഖത്തിൻ്റെ തീവ്രത കുറഞ്ഞു വരും. പീപ്പിൾ സ്റ്റാർട്ട് ടു ഫീൽ ബെറ്റർ. ആളുകൾക്കൊന്നുകൂടി ഫീൽ ബെറ്റർ ആയിട്ട് തോന്നും അല്ലേ. ഇൻ വീക്സ് ഓർ മന്ത്സ്. ഒരു ആഴ്ച അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ആൾക്ക് മറക്കാൻ തുടങ്ങും. ഹിയർ ഇൻ ദി സ്റ്റോറി, ഈ കഥയിൽ
Their son died 35 years ago. ആ മകൻ മരിച്ചിട്ട് 35 വർഷമായി. When he was a small boy. കുട്ടിയായിരുന്ന സമയത്താണ് മരിച്ചത്. Then the old couple may have managed themselves. അതുകൊണ്ട് ഓൾഡ് കപ്പിൾ എന്തായിട്ടുണ്ടാവും? They have managed. അവർ മാനേജ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവും. To accept the reality. യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ അവർ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് കാണും. So they didn't shed tears. അതുകൊണ്ട് അവർ കരഞ്ഞില്ല. 15. All the words are staged. Identify the figure of speech in the line. അതിൽ ഹൈപ്പർബലി കാണാം, മെറ്റഫർ കാണാം, അതിശയോക്തിയുണ്ട്. അതുപോലെ തന്നെ ഹൈപ്പർബലി എന്ന് പറഞ്ഞാൽ എക്സാജറേഷനാണ് കേട്ടോ. എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് പർവ്വതീകരിച്ച് പറയുന്നതിനെയാണ് എക്സാജറേഷൻ എന്ന് പറയുക, ഹൈപ്പർബലി എന്ന് പറയുക. മെറ്റഫർ എന്ന് പറഞ്ഞാൽ ലൈക്കോ ആസോ ഇല്ലാത്തൊരു കമ്പാരിസൺ ആണ്. ഇവിടെ നോക്കൂ, ഓൾ ദ വേൾഡ്സ് എ സ്റ്റേജ് എന്നാണ്. ലോകത്തെ സ്റ്റേജിനോട് കമ്പയർ ചെയ്തിട്ടുള്ളത്. ലോകം തന്നെയാണ് സ്റ്റേജ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ലോകത്തെ സ്റ്റേജിനോട് ആസോ ലൈക്കോ ഇല്ലാതെ കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മെറ്റഫറാണ്. ആസോ ലൈക്കോ കൂടി കമ്പയർ, അതായത് ഓൾ ദ വേൾഡ് ഈസ് ലൈക്ക് എ സ്റ്റേജ് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് സിമിലിയാണെന്നാണ്. പക്ഷേ ഇവിടെ ഓൾ ദ വേൾഡ്സ് എ സ്റ്റേജ് എന്ന് മാത്രമാണ്. ഓൾ ദ വേൾഡ് ഈസ് ലൈക്ക് എ സ്റ്റേജ് അല്ലെങ്കിൽ ഓൾ ദ വേൾഡ് ഈസ് ആസ് എ സ്റ്റേജ് എന്നൊക്കെ പറയുമ്പോൾ അത് സിമിലിയാവും. ഇനി ഓൾ ദ വേൾഡ് ഈസ് എ സ്റ്റേജ് എന്ന് പറയുമ്പോൾ അത് മെറ്റഫറാവും. ഇനി ബി, മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റോസ്. ഇവിടെ കണ്ടോ, സ്നേഹം ഏതുപോലെയാണ്? റെഡ് റോസിനെ പോലെയാണ്. അവിടെ ലൈക്ക് വെച്ചിട്ടുള്ള ഒരു കമ്പാരിസനാണ് കാണുന്നത്. മൈ ലവ് ഈസ് റെഡ് റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെറ്റഫറായിരിക്കും. പക്ഷേ ഇവിടെ ലൈക്ക് എ റെഡ് റോസ് ഉണ്ട്. അതുകൊണ്ട് എന്താണ്? സിമിലിയാണ്. ഓക്കെ, നെക്സ്റ്റ് 16 മുതൽ 21 വരെ ആൻസർ എനി 5. 4 മാർക്കിനുള്ള ചോദ്യങ്ങളാണ്. ആ സിനിമ പാട്ട് നിങ്ങൾക്ക് കാണാതെ അറിയായിരുന്നെങ്കിൽ ഇത് സുഖമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൂരിപ്പിക്കാൻ പറ്റിയത്. Every night in my dreams I see you, I feel you. That's how I know you go dash. Go on ആണല്ലേ. Far across the distance and spaces between us you have come to show you go on. അപ്പോൾ ടൈറ്റാങ്കിലത്തെ പാട്ടൊക്കെ ഇടയ്ക്ക് കേട്ടുകൊണ്ടിരിക്കുക, നന്നായിരിക്കും. ഇനി 17. Fill in the blanks with words or phrases given below to make sensible sentences. അപ്പോൾ കുറച്ച് വാക്കുകളുണ്ട്. ഏതൊക്കെയാണ്? ഫ്രജൈൽ, എളുപ്പം പൊട്ടിപ്പോകുന്ന സാധനത്തിനാണ് ഫ്രജൈൽ എന്ന് പറയുക. ആർട്ടിഫിഷ്യൽ, കൃത്രിമമായിട്ടുള്ളത് അല്ലേ. മനുഷ്യനിർമ്മിതമായിട്ടുള്ളത് അതൊക്കെയാണ്. അറ്റാക്ക്, അക്രമം. സിമ്പതി, അനുകമ്പ. ഡെഫർ എന്ന് പറഞ്ഞാൽ മാറ്റിവയ്ക്കുക. അപ്പോൾ ഏതൊക്കെയായിരിക്കും പറ്റുക? ദീസ് ഫ്ലവേഴ്സ് ആർ ഡാഷ്. ഈ പൂക്കൾ എങ്ങനെയാണ്? പറ്റുന്ന 2 വാക്കുകളുണ്ട് അല്ലേ. ഫ്രജൈൽ പറ്റും, പിന്നെ ആർട്ടിഫിഷ്യലും പറ്റും. പക്ഷേ ബാക്കിയുള്ള സെൻറ്റൻസ് കൂടി വെച്ച് നോക്കുക. ബട്ട് ലുക്ക് ആസ് ദോ ദേ ആർ റിയൽ. അത് കണ്ടാൽ റിയലായിട്ട് തോന്നുന്നു. പക്ഷേ അത് കണ്ടാൽ റിയലായിട്ട് തോന്നും. പക്ഷേ ഇതെന്താണ്? ഇത് ശരിക്കും ആർട്ടിഫിഷ്യലാണ്. ഇത് ശരിക്കുള്ളതല്ല, ഇത് ആർട്ടിഫിഷ്യലാണെന്നാണ്. ഓക്കെ. ബി, ദോസ് ടോയ്സ് ആർ മെയ്ഡ് ഓഫ് ഗ്ലാസ്. ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളൊക്കെ വേഗം പൊട്ടും. അപ്പോൾ ഫ്രജൈലാണ്. ഐ ഹാവ് നോ ഡാഷ് ഫോർ പീപ്പിൾ ഹൂ മിസ്ബിഹേവ് വിത്ത് ദെയർ പെറ്റ്സ്. പെറ്റ്സിനോട്, വളർത്തുമൃഗങ്ങളോട് മിസ്ബിഹേവ്, വേണ്ടാത്ത രീതിയിൽ പെരുമാറുന്ന ആളുകളോട് എനിക്ക് എന്തില്ല? അറ്റാക്കില്ല എന്നാണോ? ഡെഫറില്ല എന്നാണോ? സിമ്പതി ഇല്ല. ഓക്കെ. ഹീ ഹാസ് ഹാഡ് ആൻ ഡാഷ് ഓഫ് ഫീവർ. ഫീവറിൻ്റെ അറ്റാക്ക് അല്ലേ. ഓക്കെ. നെക്സ്റ്റ്, വാട്ട്സ് ദ സെൻട്രൽ തീം ഓഫ് ദ പോയം ട്രാവൽ. ട്രാവലിൻ്റെ സെൻട്രൽ തീം എന്താണ് എന്നുള്ളതാണ്. ആൻസർ, ഇൻ ട്രാവൽ റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ, ആർ സ്റ്റീവൻസൺ ദ ഓതർ ടേക്സ് ദ റീഡർ ഓൺ എ ജേണി. അപ്പോൾ ഒരു റീഡറിനെ ഓതർ എന്ത് ചെയ്യാണ്? ഒരു ട്രാവലിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്, ഒരു ജേണിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ത്രൂ ദ ഇമാജിനേഷൻ ഓഫ് എ ബോയ്. ഒരു ബോയുടെ ഇമാജിനേഷനാൽ, ബോയാണ് ഇമാജിൻ ചെയ്യുന്നത്, ആ ഇമാജിനേഷനിലൂടെ നമ്മുടെ റീഡറും പോവുകയാണ്. ബൈ ഡിസ്കസിങ് റിയൽ ആൻഡ് ഫിക്ഷണൽ പ്ലേസസ് ടു വിച്ച് ഹി വുഡ് ലൈക്ക് ടു ട്രാവൽ. ഏതിലൂടെയാണ് കൊണ്ടുപോകുന്നത്? റിയൽ ആൻഡ് ഫിക്ഷണൽ പ്ലേസസ്, യഥാർത്ഥത്തിലുള്ളതും കെട്ടുകഥകളിലുള്ളതുമായിട്ടുള്ള സ്ഥലങ്ങളിലൂടെ കൊണ്ടുപോകുന്നു. ടു വിച്ച്, എങ്ങോട്ടാണോ ഹി വുഡ് ലൈക്ക് ടു ട്രാവൽ, ആ കുട്ടി ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അങ്ങോട്ട്. സ്റ്റീവൻസൺ ഇല്ലസ്ട്രേറ്റ്സ്, സ്റ്റീവൻസൺ ഡിസ്ക്രൈബ്സ് ദ തീം ഓഫ് ട്രാവലിംഗ് ബൈ ഇമാജിനിങ് ഓൾ ദ പ്ലേസസ് ഹി ഹാസ് റെഡ് ആൻഡ് ലേൺഡ് അബൌട്ട്. അയാൾ വായിച്ചത്, അയാൾ കേട്ടറിഞ്ഞത്, പഠിച്ചത് ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളെ ഇമാജിൻ ചെയ്തുകൊണ്ട് അദ്ദേഹം അതിലൂടെ ട്രാവൽ ചെയ്യുകയാണ്. നെക്സ്റ്റ് എപ്പോഴും കാണാറുള്ള ഒരു ചോദ്യമാണ്, റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് ദ സിമിട്രി ദ ഓതർ വിസിറ്റഡ് ഇൻ ദ ഗിഫ്റ്റ്. ഇപ്പോൾ എസ് കെ പൊറ്റക്കാട് വിസിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സെമിത്തേരിയെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനാണ്.
എസ് കെ പൊറ്റക്ക ഡിസ്ക്രൈബ്സ് ദ സെമിട്രി ആസ് ദ ബ്രൈഡൽ റൂം ഓഫ് ഡെത്ത്. അല്ലേ, മരണത്തിൻ്റെ മണിയറയായിട്ടാണ് എസ് കെ പൊറ്റക്കാട് സെമിട്രിയെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ദ സെമിട്രി വാസ് സറൗണ്ടഡ് ബൈ എ ഗാർഡൻ. ചുറ്റും ഗാർഡൻ ഉണ്ട്. ദ ഏരിയ വാസ് വെരി കാം ആൻഡ് വാസ്റ്റ്. ശാന്തമാണ്, വിശാലമാണ് ആ സ്ഥലം. ഹി കുഡ് സീ എൻഡ്ലെസ് റോസ് ഓഫ് ടൂം സ്റ്റോൺസ്. ഒരുപാട് ശവക്കലറുകൾ കാണാൻ സാധിക്കുന്നു, എൻഡ്ലെസ് ആയിട്ട്. ദർ വെർ സിമ്പിൾ ടൂം സ്റ്റോൺസ് നിയർ മാർബിൾ വൺസ്. സിമ്പിളായിട്ടുള്ളതും മാർബിൾ കൊണ്ടുണ്ടാക്കിയതുമായിട്ടുള്ള ടൂം സ്റ്റോൺസ് അവിടെയുണ്ട്. ഡ്യൂക്സ് ആൻഡ് ലോർഡ്സ്, ഓർഡിനറി വർക്കേഴ്സ് ആൻഡ് ലേബറേഴ്സ് വെർ ബറീഡ് സൈഡ് ബൈ സൈഡ്. അപ്പോൾ റാങ്ക് അല്ലെങ്കിൽ സമൂഹത്തിലെ പൊസിഷനൊന്നും ഭേദമില്ലാതെ ഒരാൾക്കരികിൽ മറ്റൊരാൾക്ക് എന്നുള്ള നിലയ്ക്ക് ഓരോരുത്തരെയായിട്ട് അവിടെ മറവ് ചെയ്തിരിക്കുന്നു. ഹൗ ഈസ് ദ ലവർ പ്രസൻറ്റഡ് ഇൻ ദ പോയം ദ 7 Ages of Man. 7 Ages of Man എന്നുള്ള ഷേക്സ്പിയറിൻ്റെ പോയത്തിൽ ലവറിനെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്? ദ ലവർ ഈസ് സയിങ് ലൈക്ക് ഫർനെസ്. ചൂളയെപ്പോലെ നിശ്വാസം വിടുന്ന അത്രയും ചൂടുള്ള ശ്വാസത്തോടു കൂടിയ ആളാണ് ലവർ. വിത്ത് എ വോഫുൾ ബാലഡ് മെയ്ഡ് ടു ഹിസ് മിസ്റ്റേഴ്സ് ഐബ്രോ. തൻ്റെ കാമുകിയുടെ ഐബ്രോസിനെ, അല്ലേ, കൺപുരികങ്ങളെ വർണ്ണിച്ചുകൊണ്ടുള്ള ഗാനങ്ങളെല്ലാം, ബാലഡ്സ് എല്ലാം അയാൾ പാടുന്നുണ്ട്. ഹി സൈസ് ആൻഡ് റൈറ്റ് സാഡ് വേഴ്സസ് ഇൻ പ്രൈസ് ഓഫ് ഹിസ് ബിലവഡ്സ് ബ്യൂട്ടി. തൻ്റെ കാമുകിയുടെ ഭംഗിയെ വർണ്ണിച്ചുകൊണ്ട് അദ്ദേഹം പോയം എഴുതുന്നു. ഹി മേ ഹാവ് ബീൻ സെപ്പറേറ്റഡ് ഫ്രം ഹിസ് ലവ്. ഒരുപക്ഷെ അവൻ ലവറിൽ നിന്ന് വേർപെട്ടിരിക്കാം, സെപ്പറേറ്റായി ജീവിക്കുകയായിരിക്കാം. ഹീ ഈസ് ഹൈലി സെൻസിറ്റീവ് ആൻഡ് ഇമോഷണൽ. എന്ന് വെച്ചാൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള, വളരെ വികാരാധീനനായിട്ടുള്ള ഒരാളായിട്ടാണ് ലവറിനെ ഇവിടെ വർണ്ണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ്, ഹൗ ഫാർ ഈസ് ഓതേഴ്സ് ലവ് ഓഫ് വൈൽഡ് ലൈഫ് റിവീൽഡ് ഇൻ മൈ എക്സെൻട്രിക് ഗസ്. ഇപ്പോൾ എത്രത്തോളമാണ് ഓതറിൻ്റെ വൈൽഡ് ലൈഫുമായിട്ടുള്ള സ്നേഹം എക്സെൻട്രിക് ഗസിലൂടെ റിവീൽ ചെയ്തിട്ടുള്ളത്, തുറന്നു കാണിച്ചിട്ടുള്ളത്. ഇൻ മൈ എക്സെൻട്രിക് ഗസ് ബോണ്ട് റിവീൽസ് ഹിസ് ബോണ്ട് ടുവേർഡ്സ് ഓൾ കൈൻഡ്സ് ഓഫ് ക്രീച്ചേഴ്സ്. അപ്പോൾ എക്സെൻട്രിക് ഗസിലെ ബോണ്ട് തുറന്നു കാണിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ബന്ധം ആരോടുള്ളത്? എല്ലാ ജീവജാലങ്ങളോടുള്ളത്. ബട്ട് ഹീ ഡസൻ വാണ്ട് ടു സീ ദം ഇൻ ബോണ്ടേജ്. അടിമയായിട്ട് ബന്ധനത്തിൽ അകപ്പെടുത്താൻ അയാൾക്ക് ഇഷ്ടമല്ല മൃഗങ്ങളെ. സോ ഹി സേയ്സ് ഹി നീഡ്സ് ഓൺലി ഗസ്. അതുകൊണ്ട് അയാൾ പറയുന്നു അയാൾക്ക് ഗസ്റ്റുകളെ മാത്രമാണ് താല്പര്യമല്ല, പെറ്റ്സിനെ അല്ല. ഒരു മൃഗങ്ങളെയും പെറ്റ്സ് ആകാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. വൈൽഡ് ക്രീച്ചേഴ്സ് സീക്ക് ഷെൽട്ടർ ഇൻ ഹിസ് കോട്ടേജ് വെൻ മിസ്റ്റ് ഫിൽസ് ദ ഹിമാലയൻ വാലീസ്. ഹിമാലയൻ താഴ്വരകളിൽ മിസ്റ്റ്, മഞ്ഞ് മൂടുന്ന സമയത്ത് ചില ജീവികളൊക്കെ അദ്ദേഹത്തിൻ്റെ കോട്ടേജിൽ വന്ന് അഭയം പ്രാപിക്കുമായിരുന്നു. ദേ ഓൾസോ വാണ്ട് ടു എസ്കേപ്പ് ഫ്രം ദ ഓൺസ്ലോട്ട് ഓഫ് മൺസൂൺ റെയിൻ. അവർക്ക് എന്താണ് ആവശ്യം? മൺസൂൺ റെയിനിലുള്ള രക്ഷയാണ്. ടു ഹിം ദേ ആർ നോട്ട് എ ന്യൂയിസൻസ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അവറ്റൊരു ശല്യമല്ല. ആൻഡ് ഹീ നെവർ റെസ്ട്രിക്ട്സ് ദെയർ എൻട്രൻസ്. തൻ്റെ വീട്ടിലേക്കായിട്ട് വന്നു കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും നിയന്ത്രിക്കാറില്ല. ഇൻ ഹിസ് ലോൺലി ലൈഫ്, അദ്ദേഹത്തിൻ്റെ ഏകാന്ത ജീവിതത്തിൽ ദേ ആർ ഹിസ് ക്ലോസ് കമ്പാനിയൻസ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് അവ. ഇത്രയും സമയം ഉപയോഗപ്പെടുത്തിയതിൽ ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് ഈക്വലൻസിയിൽ. അതുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഉയർന്ന മാർക്ക് നേടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനിയും ഇതിൻ്റെ ബാക്കി ഭാഗം ഉടൻ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ തൽക്കാലം വിട പറയുന്നു. താങ്ക് യു.